ഹലോ ഫ്രണ്ട്സ്, SSC ജൂനിയർ എഞ്ചിനീയർ 2024 എക്സാം കലണ്ടർ SSC എടുത്ത് പബ്ലിഷ് ചെയ്യുണ്ടായി. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മോട് ചോദിച്ചൊരു ഡൗട്ടാണ്, ടയർ 2 എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കുമോ, അതുപോലെ എക്സാം പാറ്റേണിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? അങ്ങനെ ധാരാളം സംശയങ്ങൾ നമ്മളോട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുള്ളത്, നമുക്കറിയാം SSC ജൂനിയർ എഞ്ചിനീയറിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ടയർ എക്സാമുകളാണ്. അപ്പോൾ അതിൽ ടയർ 1 എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമും, അതുപോലെ ടയർ 2 കഴിഞ്ഞ വർഷം വരെയും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പും ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ SSC JEE 2024 ടയർ 2ഉം കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം തന്നെ ആയിരിക്കും. സോ ഇനി വരാൻ പോകുന്ന എക്സാമിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ ഉയരാനൊരു സാധ്യതയുണ്ട്. നമുക്ക് ഇപ്പോൾ വന്ന ആ എക്സാം കലണ്ടറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ടയർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതുപോലെ ജൂനിയർ എഞ്ചിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 3 വർഷ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ആണ്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് കോൺട്രാക്ട് സ്ട്രീമിലേക്കാണ് ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ തസ്തിയിലേക്ക് വിളിക്കാൻ പോകുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 29/2/2024 ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ്. അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് 29/3/2024. അതായത് ഇതെല്ലാം ഒരു ടെനേറ്റീവ് ഡേറ്റ്സ് ആണ്. ഇതിൽ ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാകാം. നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എക്സാം മന്ത് പ്രതീക്ഷിക്കാവുന്നത് നമുക്ക് മെയ് അല്ലെങ്കിൽ ജൂണിൽ SSC ജൂനിയർ എഞ്ചിനീയറിൻ്റെ എക്സാം വരാനൊരു സാധ്യതയുണ്ട്. അതുപോലെ ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെയാണ്, അപ് ടു 30 വയസ്സ്. അതായത് പല ഡിപ്പാർട്ട്മെൻറ്റ്, പല ഓർഗനൈസേഷൻസ് മാറുന്നതനുസരിച്ച് ഇതുപോലെ ഏജിൻ്റെ ഇതിലും ഡിഫറൻസ് വരുന്നുണ്ട്. ചില ഓർഗനൈസേഷൻസിൽ 32 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അതുപോലെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷ റിലാക്സേഷനും, അതുപോലെ SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷ റിലാക്സേഷനും ഏജിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം SSC ജൂനിയർ എഞ്ചിനീയറിൻ്റെ സിലബസ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നോൺ ടെക്നിക്കൽ സൈഡും അതുപോലെ ടെക്നിക്കൽ സൈഡും ഉണ്ട്. നോൺ ടെക്നിക്കൽ സൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ RRB എക്സാംസിന് വേണ്ടി നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നോൺ ടെക്നിക്കൽ സൈഡായ ജനറൽ അവയർനെസ്, അതുപോലെ തന്നെ റീസണിങ്, ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ്, ഇതിലൊക്കെ കുറച്ച് നോളജ് ഉണ്ടായിരിക്കും. പിന്നെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അതായത് ഈ പറയുന്ന ടയർ 1ലും ടയർ 2ലും എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ 2 ടയറിനോട് വേണ്ടി ഒരുമിച്ചായിരിക്കണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതായത് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് നിങ്ങൾ ഏത് സ്ട്രീമിലോട്ടാണോ അപ്ലൈ ചെയ്യുന്നത്, സിവിലാണെങ്കിൽ സിവിലായിരിക്കും നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് വരുന്നത്. അതുപോലെ മെക്കാനിക്കലാണെങ്കിൽ മെക്കാനിക്കലിൻ്റെ സബ്ജക്ട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ഇതാണ് സ്റ്റാഫ് സെലക്ഷൻ റീസെൻ്റായിട്ട് പുറത്തിറക്കിയ ഒരു ഒഫീഷ്യൽ ടെനേറ്റീവ് കലണ്ടർ. അപ്പം നമ്മൾ ഈ കലണ്ടറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏകദേശം 6 മുതൽ 7 മാസം വരെയുള്ള ഒരു സമയം കിട്ടുന്നുണ്ട്. അപ്പം ചിലപ്പോൾ നിങ്ങൾ PSC എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ ടെക്നിക്കൽ സൈഡ് ഓക്കെ ആണെങ്കിൽ നോൺ ടെക്നിക്കൽ സൈഡിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി നിങ്ങൾ പഠിക്കുക. ഇനി അതല്ല RRB എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ നോൺ ടെക്നിക്കൽ സൈഡ് ഓക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. എന്തായാലും ടയർ 1നും ടയർ 2നും കൂടെ ഉള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു പഠനമായിരിക്കും നിങ്ങൾ നടത്തേണ്ടത്. അതനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഈ 6-7 മാസം തന്നെ ധാരാളമാണ്. ആ ഒരു മാസങ്ങളിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു തസ്തികയിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏണസ്റ്റ് അക്കാദമിയിൽ RRB, JEE, അതുപോലെ ALP തുടങ്ങിയ തസ്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻസീവ് കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസ്സുകളോടൊപ്പം തന്നെ മെൻറ്റർഷിപ്പും അതുപോലെ അസസ്മെൻറ്റ് ടെസ്റ്റുകളും പിന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി മുതലായ കാര്യങ്ങൾ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകളാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ SSC ജൂനിയർ എഞ്ചിനീയർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഗൈഡൻസ് ലഭിക്കാനായി നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഏവർക്കും വിജയാശംസകൾ.